അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആനിലെ 25-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. ഇത് 77 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് സത്യാസത്യ വിവേചനമായ ഗ്രന്ഥം, അതായത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കിക്കൊടുത്ത ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ഇത് മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. ഇതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഓരോ വസ്തുവിനും അള്ളാഹു ഓരോ നിർണയം വെച്ചിട്ടുണ്ട്. അള്ളാഹു അല്ലാത്ത യാതൊരു ദൈവത്തിനും ഗുണമോ ദോഷമോ ചെയ്യുവാൻ കഴിവില്ല. ഖുർആനിനെപ്പറ്റി അവിശ്വാസികളുടെ ആരോപണങ്ങളും മറുപടിയും, അന്ത്യനാളിനെ വ്യാജമാക്കുന്നവർക്കുള്ള ശിക്ഷ, ആരാധ്യ വസ്തുക്കളോട് മഹ്ശറിൽ വെച്ച് അള്ളാഹു ചോദ്യവും അവരുടെ മറുപടിയും, മുർസലുകളെല്ലാവരും മനുഷ്യരാണ്, മലക്കുകളല്ല, അവിശ്വാസികളുടെ സൽക്കർമ്മങ്ങൾ പരലോകത്ത് ഫലം ചെയ്യുകയില്ല, റസൂലിനെ പിൻപറ്റാത്തവർ പരലോകത്ത് വെച്ച് കൈകടിക്കുന്നവരായിരിക്കും, ഖുർആനെ പുറംതള്ളിയവരെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യസനിക്കുന്നത്, ഖുർആൻ എന്തുകൊണ്ടാണ് ഒറ്റ പ്രാവശ്യമായി അവതരിപ്പിക്കപ്പെടാത്തത്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഖുർആനിൻ്റെയും നേരെ കിട്ടുന്ന അവസരങ്ങളെല്ലാം ആക്ഷേപത്തിനും കുതർക്കത്തിനും ഉപയോഗപ്പെടുത്തുക പതിവാക്കിയിരുന്ന അവിശ്വാസികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണിത്. ഖുർആൻ എന്തുകൊണ്ടാണ് പല പ്രാവശ്യങ്ങളായി കുറേശ്ശെ മാത്രം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് അത് ഒന്നായി ഒറ്റ പ്രാവശ്യം അവതരിപ്പിക്കുന്നില്ല? ഈ ആക്ഷേപത്തിൽ യഹൂദർക്കും പ്രത്യേകം പങ്കുണ്ടായിരുന്നു. തൗറാത്ത് മുതലായ വേദഗ്രന്ഥങ്ങൾ ഒറ്റ പ്രാവശ്യമായിട്ടാണല്ലോ എന്നതാണ് അവരുടെ സംശയം. അതായത് ഇതിന് പ്രത്യേകിച്ച് തെളിവൊന്നും കാണുന്നില്ല. വാസ്തവം അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. ഖുർആൻ സന്ദർഭോചിതം കുറേശ്ശെയായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണമാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിവിടെ ചുരുക്കിയ വാക്കിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുന്നു. നിന്റെ ഹൃദയത്തെ അതുകൊണ്ട് സ്ഥിരപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുവല്ലോ. സൂറത്തുൽ ഇസ്രായിൽ അള്ളാഹു ഇപ്രകാരം പറയുന്നത് കാണാം: ഖുർആനിനെ പല പ്രാവശ്യമായി വേറിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് നീ അത് ജനങ്ങൾക്ക് സാവധാനത്തിൽ ഓതിക്കൊടുക്കുവാൻ വേണ്ടിയാകുന്നു എന്ന്. ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആലോചിക്കുമ്പോൾ ഖുർആൻ ഒറ്റപ്രാവശ്യം തന്നെ മുഴുവൻ ഭാഗവും അവതരിപ്പിക്കാതെ പല ഗഡുക്കളായി അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൽ താഴെ കാണുന്ന ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നത് കാണാവുന്നതാണ്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തും വായനയും അറിയാത്ത ആളായ സ്ഥിതിക്ക് ഖുർആൻ പഠിക്കുവാനും മനഃപ്പാഠമാക്കുവാനും അത് സഹായകമാകുന്നു. 2. മറവിയോ അബദ്ധമോ അവസരക്കുറവോ പിണയാതെ സൂക്ഷിക്കുവാൻ സൗകര്യം ലഭിക്കുന്നു. 3. ഒറ്റ പ്രാവശ്യമായി അവതരിപ്പിക്കുന്ന പക്ഷം ഖുർആനിലടങ്ങിയ നിയമങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് ഒരടിയായി അനുഷ്ഠിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യേണ്ടി വരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ജനങ്ങൾക്കും കൂടുതൽ വിഷമമുളവാക്കുമെന്ന് വ്യക്തമാണ്. ഈ ദോഷം ഇല്ലാതാക്കുന്നു. 4. അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഇടയ്ക്കിടെ ലഭിച്ചുകൊണ്ടിരിക്കലും അതുമായി ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിനും മനസമാധാനത്തിനും ഉപയുക്തമാകുന്നു. 5. ജനങ്ങളിൽ നിന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്കും അപ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും അതാത് അവസരത്തിൽ തന്നെ ദിവ്യ സന്ദേശങ്ങൾ മുഖേന പരിഹാരമാർഗം ലഭിക്കുന്നത് ജനങ്ങളിൽ കൂടുതൽ ഫലവും ശുഷ്കാന്തിയും പ്രചോദനവും ഉളവാക്കുന്നു. 6. ദീർഘകാലമായി അടിയുറച്ചു കഴിഞ്ഞിട്ടുള്ള ചില ആചാരങ്ങളും വഴക്കങ്ങളും സമുദായത്തിൽ നിന്ന് പെട്ടെന്ന് നിർത്തലാക്കുവാൻ പ്രയാസമായിരിക്കും. അവയിൽ താൽക്കാലിക നിയമങ്ങൾ വഴി ക്രമേണ അയവ് വരുത്തിയ ശേഷം സ്ഥിരവും കണിശവുമായ നിയമ നടപടി അവതരിപ്പിക്കുകയും പുതിയ ആചാരവും വഴക്കവും നിലവിൽ വരുത്തുകയും ചെയ്യുവാൻ ഇത് എളുപ്പമായിത്തീരുന്നു. 7. പറയുന്നത്, ഖുർആനിനോട് അടുത്തു നിൽക്കുന്ന ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അതിൻ്റെ ശത്രുക്കളെ അത് വെല്ലുവിളിക്കുന്ന സ്ഥിതിക്ക് ആ വെല്ലുവിളിയെ നേരിടുവാൻ എല്ലാവരും മുതിരുന്ന പക്ഷം അവർക്ക് അതിനുള്ള അവസരം നീണ്ടു നിൽക്കുവാനും പരാജയം കൂടുതൽ ബോധ്യപ്പെടുവാനും സഹായമായിത്തീരുന്നു. ഇങ്ങനെ പല ഉദ്ദേശങ്ങളും ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് ഖുർആൻ ഒറ്റ പ്രാവശ്യത്തിലായി അവതരിപ്പിക്കാതെ അവസരത്തിനും സന്ദർഭത്തിലും അനുസരിച്ച് കുറേശ്ശെയായി സാവകാശത്തിൽ അവതരിപ്പിച്ചു 23 കൊല്ലക്കാലം കൊണ്ട് പൂർത്തിയാക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണിത്. അപ്പോൾ ഈ അദ്ധ്യായത്തിൽ കൂടുതലും പരാമർശിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ്. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കിക്കൊടുത്ത ഒരു മുഅ്ജിസത്താണ്. ഇത് അന്ത്യനാൾ വരെ ഒരു കേടുപാടും സംഭവിക്കാതെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥവുമാണ്. ഇതിനോട് തുല്യമായ ഒരു ഗ്രന്ഥവും ഇന്നേ വരെ കൊണ്ടുവരാൻ ആർക്കും കഴിയുകയില്ലതാനും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സൂറത്തുൽ ഫുർഖാനിൽ അടങ്ങിയിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വആഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.